എന്റെ സീതമ്മയ്ക്കും കൂടി കുങ്കുമം കൊടുക്ക്. ഉത്സവമായതുകൊണ്ട് ഞാനാ റെഡിയാക്കിയത്. സീതമ്മ, കുങ്കുമം തൊട്. താലി കഴിയാത്തവർക്ക് മാത്രമേ കുങ്കുമം കൊടുക്കാൻ പാടുള്ളൂ. താലി കഴിയാന്ന് പറഞ്ഞ ഭർത്താവുള്ളവരാ താലി കഴിക്കാത്തത്. ഗൗരി, നീ ഇവളുടെ ഭർത്താവിനെ എങ്ങനെ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ? എന്ത് തോന്നിയ ദിവസം പറയാവോ? പൂജിക്കുന്ന ചാമുണ്ടേശ്വരി ദേവിക്കും ഒരു ഭർത്താവില്ലായിരുന്നെങ്കിൽ അവിടെയും കൈ കുമ്പിടാതിരിക്കുമായിരുന്നോ? അമ്മേ, സാരമില്ലെന്നേ. നയം, വിനയം, ത്യാഗം, അനുകമ്പ, ആത്മാഭിമാനം, ഇതൊക്കെയാ ശരിക്കുള്ള ഭക്തരുടെ ലക്ഷണം. അതാ ശരിക്കും പെണ്ണിന്റെ ശക്തി. നമ്മുടെ സീതയ്ക്കും ഇവിടെ ഇരിക്കുന്ന ഈ പെണ്ണുങ്ങൾക്കും എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? ഭർത്താവ് ആരാണെന്ന് നോക്കിയല്ല ഒരു പെണ്ണിനെ വിലയിരുത്തേണ്ടത്. ദേവിക്ക് പൂജ ചെയ്ത് മറ്റൊരു സ്ത്രീയെ വേദനിപ്പിച്ച എങ്ങനെ ഫലം കിട്ടാനാ? ശാന്തേച്ചി, തോന്നിയത് പറയണ്ട. എല്ലാത്തിനും ഓരോ ചിട്ടയുണ്ട്. രാജി, വന്നേ. സീത, നീ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. വാ വാ മോളെ. വർഷം നന്നായിരിക്കട്ടെ മോളെ. നീയും വാ മോളെ, വീടിന്റെ മഹാലക്ഷ്മി. ഈ വീടിന്റെ എല്ലാ സന്തോഷത്തിന്റെയും കാരണം മോളാ. ഇതിനേക്കാൾ വലുത് എന്താ ഉള്ളത്? എടുത്തോ. നീയും ഒരു 100 വർഷം സന്തോഷത്തോടെ ജീവിക്കട്ടെ. ചെല്ലുമോളെ, ദൈവത്തെ തൊട്ട് തൊഴുതിട്ട് വാ. ഞാൻ പറഞ്ഞത് ദൈവത്തെ പോയി തൊഴുതിട്ട് വരാനാ. അമ്മ ആണെങ്കിൽ തന്നെ ദൈവത്തിനെ വണങ്ങുന്ന തുല്യമാണെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ ചെയ്തത്. ദൈവത്തിന്റെ ടൈമിനെ സേവ് ചെയ്തതാ. ഇതിനൊന്നും ഒരു കുറവേ ഇല്ല. അപ്പോ എന്താടാ, ഇന്നത്തെ ദിവസം വരുന്ന സമയാണോ ഇത്? നീ ഇങ്ങോട്ട് വന്നേ. അമ്മേ, മഹാലക്ഷ്മി, ഇവനായി വീടിന്റെ ശരിക്കുള്ള സമ്പത്ത്. ആ സമ്പത്ത് എന്നും ഇവിടെ തന്നെ ഉണ്ടാകണം അമ്മേ. അച്ഛാ, അടുത്ത വരമഹാലക്ഷ്മി ഉത്സവത്തിന് എന്റെ അടുത്ത് എന്റെ മരുമോൾ ഉണ്ടാവണമെന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട് ഒരു വരം. ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി കൊണ്ടുവന്ന പെൺകുട്ടിയെ റാമിന് ഇഷ്ടപ്പെടണമെന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പു ഏത് പെൺകുട്ടിയാണോ കൊണ്ടുവരുന്നത് ആ പെൺകുട്ടിയെ നമ്മൾ എല്ലാവരും സ്വീകരിക്കും. അങ്ങനെയല്ലേ അച്ഛാ? അല്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ മോളെ? ഇവനൊരാഗ്രഹം വേണ്ടേ? ഇവർക്കൊക്കെ വരം കൊടുക്കുന്ന ദേവിയോട് നിനക്കൊരു വധുവിനെ തരാൻ പറയണ. മുത്തശ്ശ, നിങ്ങൾ ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ അടുക്കളയില. ഫുഡിന്റെ പരിമളം ഗുമുഗുമാന്ന് മുക്കി കയറിട്ട് എനിക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ഒരു 10 നിമിഷം നിൽക്ക്, ഭക്ഷണം ഒന്ന് റെഡി ആവട്ടെ. അല്ല മോളെ, ഈ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല വിശപ്പുണ്ട്. ആ പ്രഭു, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ? സാധ്യതയില്ല. ഇന്നത്തെ പ്രോഗ്രാം ഫുൾ ബാറ്റിംഗാ. ഇന്നത്തെ ദിവസേ അവനാ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ.
ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ആ അശോകനോട് വിളിക്കുക. അച്ഛാ എന്താ അച്ഛാ ഇങ്ങനെ? പാവമില്ലേ അവൻ? ഇന്നും ജോലി ജോലി എന്ന് പറഞ്ഞ് കറങ്ങുന്നുണ്ടാവും. ചോദിച്ചു നോക്ക്. ജോലി അവിടെ നിക്കട്ടെ മോളെ. ഒറ്റയ്ക്ക് അവൻ എന്ത് ചെയ്യാൻ അവിടെ? ഇന്നത്തെ പരിപാടിക്ക് വരണോ വേണ്ടയോന്നേ ആലോചിച്ചിരിക്കുകയായിരിക്കും അവനവിടെ. ശരി മുത്തശ്ശ. സാധനമേമ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? എല്ലാവരും ഇന്ന് വീട്ടിൽ തന്നെ വേണം. അപ്പോ സത്യമാമനും വേണം. അവരോട് ഞാൻ എന്താണ് പറയേണ്ടത് റാം? അച്ഛാ ഇന്ന് അരുതി ഒഴിഞ്ഞാലോ? സാധന എന്താ അവിടെ നിൽക്കുന്നേ? നീ വന്ന അരുതി ഒഴിഞ്ഞേ വാ. ഇപ്പൊ ശരിക്കും മഹാലക്ഷ്മിയായി. ഒബ്ബട്ട് റെഡിയായോ? എന്തോ സിതമ്മ, ഞാൻ ചോദിച്ചത് വിളക്കൊക്കെ കത്തിക്കാൻ തീപ്പെട്ടി റെഡിയായോന്നാ. അതൊന്നും ഇല്ലടി മോളെ. ആ സ്വീറ്റ് ഇല്ലെങ്കിലും ഉത്സവം നടക്കും. ഈ സിഹി ഇല്ലെങ്കിൽ ഉത്സവം നടക്കില്ല. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. മുത്തശ്ശ, എനിക്കും കൂടെ പാട്ട് പാടിത്താ. പാട്ട് കേൾക്കണോ? ഇതെന്റെ ഫേവറേറ്റ് സോങ്ങാ. ഞാനിപ്പോ പാടിത്തരാട്ടോ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു സീതമ്മ, മുത്തശ്ശൻ എനിക്കൊരു പുതിയ പാട്ട് കേൾപ്പിച്ചു തരുന്നുണ്ട്. സോറി. ഓക്കെ ഓക്കെ. മുത്തശ്ശ, അന്താക്ഷരി കളിച്ചാലോ? അപ്പോ പാട്ട് മറന്നുപോയില്ല. ഇത്രയും പേരൊന്നും ഉണ്ടായാൽ ശരിയാവില്ല. ഒരുപാട് ആള് വേണമെന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് കുറച്ച് ബംഗാളികളെ കൂടി കൊണ്ടുവന്നാലോ? ഐഡിയ. നമ്മുടെ സീതയുടെ ഫ്രണ്ട്സ് ഇല്ലേ, അവരെയൊക്കെ വിളിക്കാം. ആ പ്രിയ, പിന്നെ അന്ന് വന്നില്ലേ ഒരു ചെക്കൻ, അവരെയൊക്കെ വിളിക്കുന്ന. സൂപ്പറാ മുത്തശ്ശ നിങ്ങള്. സീതമ്മ, ആ ഫോൺ തന്നെ പ്രിയാന്റീനെയും എന്റെ ഫ്രണ്ടിനെ വിളിക്കാനാ. സിഹി, അവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവും. ഡിസ്റ്റർബ് ചെയ്യണ്ട. ഒന്നും ഉണ്ടാവില്ല. ഞാൻ വിളിച്ച എന്തായാലും വരും. പോട്ടെ, വിളിക്കുമോളെ. അവരൊക്കെ ഒറ്റയ്ക്കായിരിക്കില്ലേ? ഈ ഉത്സവാഘോഷമൊന്നും അവർക്കുണ്ടാവില്ല. കുടുംബത്തോടെ ആഹാരം കഴിക്കാൻ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇന്ന് ലീവല്ലേ, സമാധാനത്തോടെ ആഹാരം കഴിച്ച് പോട്ടെന്ന്. കറക്റ്റ് മുത്തശ്ശ. ഇന്ന് എല്ലാവരും എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലാ ഞാനും ഭക്ഷണം കഴിക്കുള്ളൂ. അല്ലെങ്കിൽ അതുവരെ കഴിക്കില്ല, ഉപവാസം. അച്ഛാ, ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത് പോരെ? റാം, നീ പോയിട്ട് സാധനെ വിളിച്ചിട്ട് വാ. ഞാൻ അപ്പോഴേക്കും അനിയെ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വരാം. ശരി മേമ. ഇനി
എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ പോയിട്ട് അവരെ വിളിച്ചിട്ട് വരാം. ആ ചേട്ടാ, ഇന്നത്തെ ദിവസം എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നന്നാവുമെന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. പ്ലീസ് ഭക്ഷണം കഴിക്കാൻ വാ. നിനക്കതൊന്നും മനസ്സിലാവില്ല. അവിടെ എല്ലാരും നാവില് മൊത്തം വിഷമുള്ളവരാ. ഞാനങ്ങനെ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ എല്ലാരും പിന്നെ അപ്സെറ്റ് ആയി പോവും. നമുക്കത് ശരിയാവില്ല. നീ പോയിക്കോ. ചൊല്ലേ സത്യമാമ, രാമ ഇരിക്കേ. ആഹാരം കഴിക്കാൻ വാ പ്ലീസ്. എന്നെ വിളിക്കാൻ വേണ്ടി വന്നാണോ രാമ? സോ സ്വീറ്റ്. ഞാൻ വരുന്നില്ല രാമ. അത് പിന്നെ നീ പോയിക്കോ. കാര്യോ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിരിക്കും, സ്നേഹമില്ലെങ്കിൽ വരണ്ട. എന്തു വർത്താനാണ് രാമ ഇത്? ഞാൻ അത് പിന്നെ ഞാൻ വരാം. ഒരു 5 minutes കേട്ടോ. ഫ്രഷ് ഓഫ് ആയിട്ട് വരാം. ഞാൻ കാത്തിരിക്കും. ഉറപ്പായിട്ടും വരും. ശരി മാമ. വിശ്വമാമ ഇപ്പോഴിവിടെ നിൽക്കുകയാണോ? വാ, ഡൈനിങ് ടേബിളിലേക്ക് വാ. അങ്ങോട്ടാ വരുന്ന റാം. അത് ഇന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവല്ലേ, അപ്പിയറൻസ് ഒക്കെ നന്നാവണ്ടേ, അതുകൊണ്ടൊന്ന് ഫ്രഷ് അപ്പ് ആവാൻ പോയതാ. എന്തിനാ മാമ? മാമൻ എന്നും യങ്ങല്ലേ? വാ. അല്ലേ? കണ്ടോ എങ്ങന്ന് നടക്ക. വാ. എങ്ങനെയുണ്ട് നമ്മുടെ ആക്ടിങ്? ഇപ്പൊ നമ്മൾ ഒരുമിച്ച് എൻ്റർ ചെയ്താൽ ഫ്രീ ഹിറ്റില് 6 അടിച്ച പോലെ ഉണ്ടാകും. വാ, കമാൺ. അല്ല, മാച്ച് ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. എല്ലാവരും ഇവിടെ? അവരിപ്പോ വരും. ആ മുത്തച്ഛ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ആരാടാ? വന്നിട്ട് പറയാം. ഒരേ ഒരു മിനിറ്റ്. ദേ വരുന്നു വരുന്നു വരുന്നു. ഹലോ ഹലോ ഫ്രണ്ട്, കേൾക്കുന്നുണ്ടോ? ഹലോ 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 ഫ്രണ്ട്, നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. ഹലോ ഫ്രണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് സ്പെഷ്യൽ ഫുഡാ. ഞങ്ങൾ ഒരുമിച്ച് സദ്യ കഴിക്കാൻ നിൽക്കുവാ. നിനക്ക് വേണ്ടി കാത്തിരിക്കും. വേഗം വാ. ഹലോ ഫ്രണ്ട്, ഇപ്പൊ എനിക്ക് വരാൻ കഴിയില്ല, കുറച്ച് ജോലിയുണ്ട്. ഞാൻ പിന്നെ വന്നോളാം. ഓക്കെ അല്ലേ? നുണ പറയാൻ പഠിച്ചിട്ടുണ്ടോ ഫ്രണ്ട്? ഇന്ന് എനിക്കും അറിയാം ഹോളിഡേ ആണെന്ന്. നീ വന്നേ പറ്റൂ. നീ വന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. ഹേ ഹലോ ഹലോ, ഇതിനിപ്പോ എങ്ങനെ ഡീൽ ചെയ്യും? ഹായ് ഫ്രണ്ട്, നീ ഇല്ലാതെ ഞാനും ഭക്ഷണം കഴിക്കില്ല ഫ്രണ്ട്. എന്റെ പൊന്നു മോനെ, ആ വായ നടക്കി വെക്കേ. നടക്ക്. എടാ രാമന്റെ സ്വന്തം ആഞ്ജനേയ, എവിടെയായിരുന്നടാ നീ ഇതുവരെ? നീ എന്നടാ പഴം വിഴുങ്ങി പോലെ നിൽക്കുന്ന? ഇരിക്കടാ അവിടെ. സർ, ഒരു മിനിറ്റ്. സർ, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ അനിമോൻ വന്നാ അവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. ഏയ്, നിങ്ങൾക്ക് എന്ത് തലയ്ക്ക് സുഖമില്ലേ? ഇരിക്കാൻ പോകുന്ന ആളോടാണോ? അശോക്, നീ ഇരിക്കടാ. ഇല്ല, കുഴപ്പമില്ല, ഇവിടെ അനിയിരുന്നോട്ടെ, ഞാനിവിടെ കംഫർട്ടബിൾ ആണ്. എടാ അച്ഛാ, വാടാ, നീ ഇവിടെ വന്നിരുന്നേ. ഇവിടെ ഇല്ലില്ല, അവിടെ തിരക്കാവും. ഐ എം കംഫർട്ടബിൾ. ഓക്കെ. വാടാ വാടാ. താങ്ക് യു മാമ. എല്ലാരും വന്നിട്ടുണ്ടല്ലോ. വിളമ്പേക്കോ, വിളമ്പ്.
എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാതാ. തുടങ്ങി. എടീ, നീ എന്റെ ഭാര്യയല്ലേ? ദേ ഇവിടെ വാ. ഇവിടെയുള്ള ഐറ്റംസ് സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്യേ. എനിക്ക് ഈ വീട്ടിലുള്ള ഒരാളെ പോലും വിശ്വാസമില്ല. വല്ല വിഷവും വെച്ചിട്ടുണ്ടെങ്കിലോ? ജോക്ക്. ആർക്കും മനസ്സിലായതില്ല ജോക്കാണെന്ന്. ഇവിടെ ആർക്കും തമാശ ഇഷ്ടമല്ലേ? സത്യ, ഇന്നൊരു നല്ല ദിവസം. ദയവ് ചെയ്ത് നല്ലതെന്തെങ്കിലും പറ. ഞാൻ നിന്നോടല്ലേ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ചേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്ന് വെറുതെ ഇരിക്ക്. ദയവേത് എന്നോട് ക്ഷമിക്കണി മോളെ. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞത് തെറ്റായി പോയി. അതെന്താണെന്നോ, ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ചിലർക്കൊക്കെ ഇഷ്ടമാവില്ല. ചിലർ എന്നെ സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ടായി പറയുന്നത്, ഈ വീട്ടിൽ പുതിയ സമ്പ്രദായങ്ങളൊന്നും തന്നെ ഒത്തുപോകില്ല എന്ന്. സോ മാമ പ്ലീസ് ആഹാരം കഴിച്ചിട്ട് പോവാം. രാമ, എനിക്കൊട്ടും വിശക്കുന്നേ ഇല്ല. യു ക്യാരി ഓൺ. എന്തെങ്കിലും നന്നാക്കാനോ ക്ലീൻ ആക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് ജോക്കാ, പക്ഷേ ആർക്കും ചിരിയൊന്നും വരുന്നില്ലേ. ഈ വീട്ടിൽ ആർക്കും കോമഡി ഇഷ്ടമല്ല. യുവർ പീപ്പിൾ ക്യാരി ഓൺ. ബൈ. അമ്മേ, എനിക്കിത് വേണ്ട. എനിക്ക് പിസ്സ തന്നെ മതി. ഏയ്, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. നല്ലൊരു ദിവസമായിട്ട് എന്താണിത്? മര്യാദക്ക് ഇരുന്ന് കഴിക്കാൻ നോക്ക്. എനിക്കിത് വേണ്ട. എനിക്ക് പിസ്സ തന്നെ വേണം. അനി, വലിയൊരു ചെയ്യുന്നത് കണ്ട് നീ അത് റിപ്പീറ്റ് ചെയ്യണ്ട. മേമ പ്ലീസ്. അനിക്കുട്ട ലിസൺ ടു മീ. റാം, ഇവൻ എന്ത് വേണമെന്ന് ഞാൻ നോക്കിക്കോളാം. നിങ്ങളിരുന്ന് ഭക്ഷണം കഴിച്ചോ. എല്ലാരും കഴിക്കേ പ്ലീസ്. അല്ല മാമ, അവൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാ അത് നമുക്ക് ഓർഡർ ചെയ്താ പോരെ? വേണ്ട റാം, ഇവൻ നിർബന്ധം പിടിക്കാൻ തുടങ്ങിയ പിന്നെ നിങ്ങൾക്കാർക്ക് സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇവനെ ഞാൻ നോക്കിക്കോളാം. യു ക്യാരി ഓൺ. വാടച്ചാം, നിനക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ. എത്ര സമ്പാദ്യം ഉണ്ടായാലും എന്ത് പ്രയോജനം? എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗം ഇല്ലാണ്ടായി പോയല്ലോ. അച്ഛാ, ഇതെന്താ ഒരു പുതിയ കാര്യമാണോ? ഇത് എപ്പോഴും നടക്കുന്നതല്ലേ? അച്ഛ പ്ലീസ്, അച്ഛനിരുന്ന് ഭക്ഷണം കഴിക്കേ. ഇനി നീ എന്താ നിക്കുന്നേ? ഇരിക്കേ. അശോകെ, നീ ഇരുന്നേ. ഏയ്, അങ്ങോട്ട് എന്തിനാ പോകുന്നേ? എല്ലാവരും പോയല്ലോ, ഇനി ഇങ്ങോട്ടിരുന്നോ. അയ്യോ, ചോറെടുത്തില്ലല്ലോ. ഫോൺ എന്താ എടുക്കാത്ത ഫ്രണ്ട്? നീ എന്തായാലും വരുമല്ലോ അല്ലേ? ശരിക്കും കഴിക്കച്ചാ. അപ്പു, നീ എന്താടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? കഴിക്ക്. ആദ്യം മുതലേ വിശക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഭക്ഷണത്തിന്റെ പരിമളം ഗമഗമാന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോ ഭക്ഷണം മുന്നിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. കഴിച്ചേ. എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ടല്ലോ, യുദ്ധം തുടങ്ങാം. നോ 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 നോ. എന്റെ ഫ്രണ്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഇത്രയും വെറൈറ്റി ഫുഡൊക്കെ ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇനി നിന്റെ ഫ്രണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണോ? നീ 100 വരെ ഒന്ന് എണ്ണി നോക്ക്. അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട് എന്തായാലും വരും. ചാലഞ്ച്. മതി, ഇപ്പൊ തന്നെ ഓവറായി. എന്ത് ഓവറായിന്ന്? ഇനി ഇത്രയധികം വിഭവങ്ങളുണ്ട് കഴിക്കാനായിട്ട്. ഒന്നും കഴിച്ചിട്ടില്ല. സൂരി,
ഓഫീസിൽ നിന്നാണെങ്കിൽ ടിഫിൻ ബോക്സ് ഒക്കെ കാലിയാക്കുമല്ലോ. ഇവിടെ എന്താ കാലിയാക്കാത്തത്? ചോദിക്കു സൂര്യനി. അതെല്ലേ എന്താടാ? എന്താണെന്ന്? അത് മലേഷ്യയിലായിരുന്നപ്പോ നീ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ എപ്പോഴും പറയാറുന്നല്ലോ. ഇന്നിപ്പോ കൺമുമ്പിൽ കിട്ടിയിട്ടും കഴിക്കുന്നില്ലല്ലോ. എന്താ കാര്യം? ഓഫീസിലെ എന്ത് ഭാഷ ചെയ്ത്? സൂരി, നിന്റെ മകന് വാരി കൊടുത്തിട്ട് എത്ര നാളായി? ഒരു ഉരുള വാരി കൊടുക്കവന്. സ്പെഷ്യൽ ഫുഡാ ഫ്രണ്ട്. മുത്തശ്ശൻ വാരി തരുമ്പോ നീ ഇത് വേണ്ടാന്ന് പറയുന്നോ? കൊടുക്ക സൂര്യ, നീ കൊടുക്ക. വയറ് നിറയുന്നവരെ കഴിച്ച പോലെ കഴുത്ത് വരെ കഴിക്കണോ? അപ്പു, നിന്റെ ഫേവറേറ്റ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസോ?